എല്ലാവർക്കും നമസ്തേ. അങ്ങനെ നമ്മുടെ സ്കൂളുകൾ തുറന്നു, മറ്റു വിദ്യാലയങ്ങളും തുറന്നു, നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോയി തുടങ്ങി. ഇനിയുമാണ് രക്ഷാകർത്താക്കൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. കുട്ടികളുടെ സ്കൂളിലുള്ള പോക്കും വരവും എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സമയമാണിത്. കാരണം നമ്മുടെ സമൂഹമാകെ മാറിയിരിക്കുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്, കഞ്ചാവ് പിടിച്ചു, MDMA പിടിച്ചു, മറ്റ് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ പിടിച്ചു എന്നുള്ള വാർത്തകളാണ് മിക്ക ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മയക്കുമരുന്ന് ലോബികൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. കാരണം അവരെ എളുപ്പം അവരുടെ കെണിയിൽ വീഴ്ത്താമെന്നുള്ള കാര്യം അവർക്കറിയാം. അവർക്ക് ഇതിൻ്റെ കാരിയേഴ്സായിട്ടും ഇതിൻ്റെ കച്ചവടക്കാരുമായിട്ടും ഈ കുട്ടികളെ മാറ്റിയെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. കുട്ടികളാവുമ്പോൾ പോലീസുകാരിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള ഒരു ചിന്ത ഈ മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അത് അവർ പ്രയോഗിക്കുന്നതുമാണ്. മിക്ക സ്കൂളുകളുടെയും സമീപ പ്രദേശങ്ങളും പരിസര പ്രദേശങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, അപരിചിതരായ ആൾക്കാരുടെ സാന്നിധ്യം മിക്കപ്പോഴും കാണാറുണ്ട്. ഇത്തരക്കാരെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത്തരക്കാരായിരിക്കും മയക്കുമരുന്നിൻ്റെ പ്രധാന വാഹകർ. അവർ നമ്മുടെ കുട്ടികളെ കെണിയിൽപ്പെടുത്താൻ പലവിധ മാർഗങ്ങളും പ്രയോഗിക്കും, പലവിധ പ്രലോഭനങ്ങളും അവർ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കും. കുട്ടികളല്ലേ, അവർ സ്വാഭാവികമായിട്ടും ഒരു ചേട്ടനോ ഒക്കെ അടുത്ത് വന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ആ കെണിയിൽ വീണുപോകും. വീണു കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടും അവരുടെ കെണിയിലായി പോകും. അത് തന്നെയല്ല, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പുതിയ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന പുതിയ അവതാരങ്ങളെ നമ്മൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുപോകുന്നതും നമ്മൾ കുട്ടികൾ കാണുന്നുണ്ട്. ആ കുട്ടികളത് കാണുമ്പോൾ വിചാരിക്കും, ഇതിലൊന്നും അത്ര കാര്യമൊന്നും, ഇതൊക്കെ ഏതോ മഹത്തായ കാര്യങ്ങളാണ്. ഏതാണ്ട് ആ ചേട്ടൻ ഇത്തരം കേസിൽ പെട്ടിട്ട് ആ ചേട്ടനെ സമൂഹം മൊത്തം വളരെ കൊട്ടിഘോഷിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് നടക്കുന്നു. ആ ചേട്ടൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ്. ആ ചേട്ടനെ പോലെ തങ്ങൾക്കും പ്രശസ്തിയിലേക്ക് ഉയരാൻ ഇതൊക്കെ ആയിരിക്കും മാർഗമെന്ന് കുട്ടികൾ ചിന്തിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഇപ്പോൾ ചില ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ റാപ്പ് സംഗീതം, മുദ്ദോപ്പുറച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പ്രചാരകർ. അവരെയൊക്കെ കുട്ടികൾ മാതൃകയാക്കിയാൽ നമുക്ക് കുറ്റം പറയാനൊക്കില്ല. കാരണം ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടവർ തന്നെയാണ് അത്തരം സംഘടനകളും സർക്കാരും തന്നെയാണ് ഇവരെയൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇതൊന്നും അത്ര തെറ്റായിട്ടുള്ള കാര്യമല്ല, ഇതൊക്കെ നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കും. ഇത്തരം കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ സ്കൂളുകളിൽ ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട്, കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ ഫലം കാണും എന്ന് തോന്നില്ല. ഒരു ലഹരി വിരുദ്ധ സമ്മേളനങ്ങളൊക്കെ നടത്തും, സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പക്ഷെ ആ സർക്കാർ തന്നെയാണ് ഈ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഓരോ പുതിയ മദ്യശാലകളും ഒക്കെ തുടക്കമിട്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇതേ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സർക്കാർ തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ആത്മാർത്ഥത നമ്മൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രക്ഷാകർത്താക്കൾ തന്നെയാണ്. നമ്മൾ പറയും കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്കാണ് ആ ഉത്തരവാദിത്വം, അവർ നോക്കിക്കോണമെന്ന് പറയും. അത് തെറ്റായിട്ടുള്ള ഒരു നമ്മുടെ സമീപനമാണ്. കാരണം അധ്യാപകർക്ക് സ്കൂൾ വളപ്പിനുള്ളിൽ കുട്ടികൾ കടന്നാലുള്ള ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ വരെ എത്തുന്നതും തിരിച്ച് സ്കൂൾ സമയം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നതും
നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അധ്യാപകരെ കൊണ്ട് കഴിയില്ല. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷകർത്താക്കൾ തന്നെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന്, സ്കൂൾ വളപ്പിലെത്തുന്നത് വരെ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നും അവർ ആരെയൊക്കെയാണ് അവർ ബന്ധപ്പെടുന്നതെന്നും, അതേപോലെ തന്നെ തിരിച്ച് സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത് വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിരീക്ഷിക്കേണ്ടത് രക്ഷാകർത്താക്കൾ തന്നെയാണ്. അല്ലാതെ പൂർണ്ണമായിട്ടും നമ്മൾ എല്ലാം അധ്യാപകർക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയായ കാര്യമല്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാണത്. തുല്യമെന്നല്ല, ഒഴിഞ്ഞു മാറുകയാണ്. അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെ തന്നെയാണ്. കാരണം അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കുന്നതിനും വഴക്ക് പറയുന്നതിനുമൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അധ്യാപകൻ എന്തെങ്കിലും കുട്ടിയുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ ശിക്ഷിക്കാൻ ശ്രമിച്ചാൽ, അല്ലെ വഴക്ക് പറയാൻ ശ്രമിച്ചാൽ, അത് ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് മറ്റു രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അകാരണമായി അധ്യാപകർ തങ്ങളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷകർത്താക്കളുടെ അടുത്ത് വീട്ടിൽ വന്ന് കുട്ടികൾ പരാതി പറയും. ഏതെങ്കിലും അധ്യാപകരോട് കുട്ടികൾക്ക് വിരോധം ഉണ്ടായാൽ തീർച്ചയായും കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രക്ഷകർത്താക്കൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊന്നും സ്കൂളിൽ വന്ന് തിരക്കുകയോ പോലും ചെയ്യാതെ രക്ഷകർത്താക്കൾ പെട്ടെന്ന് പ്രകോപിതരായി സ്കൂളിലെത്തി പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുക, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുക. ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അധ്യാപകരും കുട്ടികളുടെ ഭാഗത്തു നിന്ന് തെറ്റ് കണ്ടാൽ പോലും കുട്ടികളെ ഗുണദോഷിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ പല നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറെ കമ്മീഷനുകൾ രൂപീകരിച്ച് വെച്ചിട്ട് ഇത്തരം നടപടികൾക്ക് പ്രോത്സാഹനമാകുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില അധ്യാപകരുണ്ട്, നമുക്ക് ഇല്ലെന്ന് പറയുന്നില്ല, വളരെ ചുരുക്കം ചില അധ്യാപകർ കുട്ടികളെ ക്രൂരമായി ശിക്ഷിക്കുന്നുണ്ടായിരിക്കാം എന്ന് കരുതി മിക്ക അധ്യാപകരും കുട്ടികളുടെ നന്മയെ കരുതി അവരെ ഗുണദോഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന അധ്യാപകരെ കൂടി കുരിശിലേറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കാരണം അധ്യാപകർ പോലും, പല അധ്യാപകരും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം രക്ഷകർത്താക്കൾക്കാണ് ഈ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പൂർണ്ണമായും ഉത്തരവാദിത്വമുള്ളത്. അത് മറന്നുകൂടാ രക്ഷകർത്താക്കൾ. നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം. അവരുടെ സ്വഭാവ രീതികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവര് പതിവിന് വിരുദ്ധമായി ഏതെങ്കിലും മുറിയിൽ അടച്ചിരുന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നോ അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അവരുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിരീക്ഷിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും മാറ്റം കണ്ടു തുടങ്ങിയാൽ അന്നേരം തന്നെ നമ്മൾ അത് എന്താണെന്ന് ചിന്തിച്ച് അതിന് വേണ്ട പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കാതെ സ്കൂളിൽ പോയിട്ട് വന്നുള്ള ആ ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കാതെ എന്താണെന്ന് നമ്മളത് തിരക്കി അറിയേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. കാരണം ഈ കുട്ടികൾ ഇത്തരക്കാരുടെ കെണിയിൽപ്പെട്ടാൽ അവർ ഈ ലഹരി മരുന്ന് മറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞും ഇവര് മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ തള്ളിക്കളയുകയേ ചെയ്യരുത്. കാരണം അതാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഓരോ
ഉം, ഓരോ നിമിഷത്തെ അവരുടെ പെരുമാറ്റ രീതികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അവര് സ്കൂൾ വിട്ടാലുള്ള അവർ ഒന്നുകിൽ ട്യൂഷൻ ക്ലാസ്സുകളുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷൻ സെന്ററുകളിൽ പോയിട്ടാണെങ്കിലും അവർ എപ്പോൾ അവർ ഇറങ്ങുന്നുണ്ട്, എപ്പോൾ നമ്മളുടെ വീട്ടിൽ തിരിച്ചെത്തുന്നു, അതിന് ആ സ്കൂളിൽ നിന്നോ അല്ലെ ട്യൂഷൻ സെന്ററിൽ നിന്നോ വരാൻ എടുക്കുന്ന സമയത്തിൽ കൂടുതൽ അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം നിരീക്ഷിച്ച് അവരുടെ ആ സ്കൂളുമായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തുകയും വേണം. കാരണം പല രക്ഷാകർത്താക്കളും PTA യോഗങ്ങൾ വിളിച്ചാൽ, അധ്യാപക രക്ഷാകർതൃ യോഗങ്ങൾ വിളിച്ചാൽ പങ്കെടുക്കാറില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അധ്യാപക രക്ഷാകർതൃ യോഗങ്ങൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുത്താൽ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ചുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അധ്യാപകർക്ക് രക്ഷാകർത്താക്കളുമായിട്ട് നിരന്തരം എപ്പോഴും ഫോണിൽ സംസാരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അവർക്ക് പല ജോലികളുള്ളപ്പോൾ അവർക്ക് അതിന് സാഹചര്യം കിട്ടിയില്ല എന്നിരിക്കാം. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ PTA യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത രക്ഷാകർത്താക്കളുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും സ്കൂളിൽ വന്ന് കാര്യങ്ങൾ തിരക്കാം. ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകൾ സന്ദർശിക്കുന്ന രക്ഷാകർത്താക്കൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകൾ സന്ദർശിക്കുന്നതും വേറെ നല്ലതാണ്. കാരണം രക്ഷാകർത്താക്കൾ സ്കൂളിൽ വരാതിരുന്നാൽ കുട്ടികൾ തന്നെ വിചാരിക്കും, എൻ്റെ അച്ഛനമ്മമാരോ അല്ലെ രക്ഷാകർത്താക്കളാരും എൻ്റെ കാര്യം തിരക്കാൻ വരുന്നില്ല, അതിനാൽ ഞാൻ എന്ത് കാണിച്ചാലും വീട്ടിൽ ആരും അറിയത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്താഗതി കുട്ടികൾക്ക് ഉണ്ടാകും. അതേസമയം രക്ഷാകർത്താക്കൾ ഇടയ്ക്കിടെ സ്കൂളിൽ എത്തുകയും സ്കൂൾ സന്ദർശിച്ച് തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് അധ്യാപകരോട് തിരക്കുകയും ചെയ്താൽ, PTA യോഗങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ കുട്ടികൾ തന്നെ വിചാരിക്കും, അച്ഛനമ്മമാർ അല്ലെ രക്ഷാകർത്താക്കൾ ഇവിടെ വന്ന് എന്നെക്കുറിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഈ ആക്ടിവിറ്റീസൊക്കെ അവർ തിരക്കി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. ഞാൻ മറ്റു രീതിയിലൊന്നുമുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടാൽ അത് വീട്ടിലറിയും എന്നുള്ള ഒരു ബോധം കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാകും. ഈ മാതാപിതാക്കളോ അല്ലെ രക്ഷാകർത്താക്കൾ ആരെങ്കിലും ഈ കുട്ടികളെക്കുറിച്ച് ഇടയ്ക്കിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് അവരുമായി ഈ കുട്ടികളുടെ കാര്യം തിരക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതിനാൽ നമ്മൾ രക്ഷാകർത്താക്കൾ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാമല്ലോ, നമ്മളുടെ എല്ലാം പ്രതീക്ഷയാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എത്രമാത്രം മാനസികമായി തകരും എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അതിനാൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുട്ടികളുടെ കാര്യം രക്ഷാകർത്താക്കൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അതുമാത്രമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഏക മാർഗം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.